അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാര്യം ലോകം അറിയുന്നൊരു വ്യവസായിയായിട്ട് അങ്ങ് മാറി. അതും ഈ ചവറ പോലെ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന് ആ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക്, അത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയി എത്രയോ ആയിരങ്ങൾക്കാണ് അങ്ങ് ജോലി കൊടുത്തത്. അതൊക്കെ ചെറിയ ഒരു സംഭവമല്ല. കാരണം നമ്മൾ തൊഴിലായ്മയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങ് പറയാം. ആയിരമാണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ഫാമിലീസ് നമ്മൾ ഉയർത്തി അവിടെ സ്റ്റാൻഡേർഡ്. കേരളത്തിൽ മാത്രമല്ല, എൻ്റെ ഇന്ത്യയിൽ മൊത്തവും, നേപ്പാൾ, ഫിലിപ്പീൻ, കൊറിയ, പല സ്ഥലങ്ങളും. അങ്ങനെ ഈ ക്ഷേമ തൽപരത വിദേശ നാടുകളിലേക്കും കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഫിലിപ്പീൻസുകാർക്കും ഒക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ? പലരുടെയും പട്ടിണി മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ചവറയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അങ്ങ് ജനിച്ചത്. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ബിസിനസ് ലോകം, ഒരുപക്ഷെ എനിക്കൊന്ന് വളരെ ചുരുക്കം മലയാളികൾക്ക് മാത്രം അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് അങ്ങ് ഉണ്ടാക്കിയ ചില ചരിത്രമൊന്നും മറ്റുള്ളവർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ചവറയിലെ ഒരു സാധാരണ ബാലൻ ഇത്രയും വലിയൊരു വ്യവസായ ശൃംഖലയിലേക്ക് ചെന്നുപെട്ടത്, ഇതൊക്കെ ചില ആക്സിഡൻസും ആയിരിക്കുമല്ലോ, ചെന്ന് പെട്ടത് എങ്ങനെയായിരുന്നു? അങ്ങ് ബേസിക്കലി ഒരു കർഷക കുടുംബത്തിലാണ്. എന്തിന് ബിസിനസ്? അതെ, അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു കർഷകനും പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, മിച്ചം ഉണ്ടാക്കാൻ പറ്റില്ല. കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, ഒരിക്കലും ആർക്കും പറ്റില്ല. അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയൊക്കെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊക്കെ താല്പര്യമായിരുന്നു? ആർക്കും താല്പര്യമില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാനും എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, 2 പേരുണ്ട്. ഈ 2 പേര്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങ് ഒരു 15 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ബിസിനസിനെ കുറിച്ച് അങ്ങയുടെ തലയിൽ കുതിച്ചായിരുന്നു, വെളിച്ചം പകർന്നു. എങ്ങനെയോ വന്നു. ആദ്യത്തെ കച്ചവടം എന്തായിരുന്നു? അത് ഡെയിലി ചിട്ടി. അന്ന് ചിട്ടി സ്ട്രോങ് അല്ലേ? ഡെയിലി ചിട്ടി ഞാൻ ആൾക്കാർക്ക് പൈസ ആവശ്യമുണ്ട്. ഈ ഡെയിലി ചിട്ടി ക്യാപിറ്റൽ വേണ്ടായിരുന്നോ? ഈ ക്യാപിറ്റൽ വേണമെങ്കിൽ അന്ന് ഈ 10 മൂലധനം ഇല്ലാതെ തുടങ്ങിയ പരിപാടിയാണ്. പൈസ പലിശക്ക് എടുത്ത് തുടങ്ങിയതാ. അന്ന് 5% പലിശയാണ്. 100 രൂപയ്ക്ക് ഒരു മാസം 5 രൂപ. അത് പഴയ നാട്ടുപുറത്തെ വട്ടിയായിരിക്കും. അതെടുത്തിട്ടാണ് നമ്മൾ ഈ ചെറിയ കടക്കാർക്ക് കൊടുക്കും. അപ്പം നമുക്കല്ല 5 രൂപ ലാഭം കിട്ടും 100 രൂപയ്ക്ക്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. ഈ ചിട്ടി വിജയിച്ചോ പൊട്ടിയോ? വിജയിച്ചു. ഈ കൊല്ലം ഈ ചവറയിലുള്ള കൊച്ചു ഇങ്ങനെയുള്ള ചെറിയ സ്മാൾ കച്ചവടത്തിൽ കടയിൽ അവർക്കെല്ലാം കൊടുക്കും. അതിന് ദോഷം വെച്ചാൽ നമ്മൾ പിരിക്കാൻ പോകുമ്പം 6 മണി ആ സമയത്ത് അവർ മാറി നിൽക്കും, പൈസ തരാതിരിക്കാൻ വേണ്ടി. നമ്മൾ വേറെ സമയത്ത് പോകണം ഈ പൈസ വാങ്ങി. ഈ വീട്ടിൽ കാര്യമായിട്ട് പറമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, പാടവും പറമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യമുള്ള കാശൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങ് ചവറ വിടുന്നു, കൊല്ലം വിടുന്നു, അങ്ങ് കൊച്ചിയിലേക്ക് ചേർക്കുന്നു. അഡീഷണൽ പോക്കറ്റ് മണിക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. ഓക്കെ. അത് ഈ പഠിക്കാൻ വേണ്ടി വല്ല ഉപയോഗിച്ചോ? അതോ? ഇല്ല, പഠിക്കാൻ വേണ്ടി വെച്ചാൽ ഈ ഞാൻ പഠിച്ച ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കൂടെ. അപ്പോൾ ഈ ഞങ്ങളുടെ ചവറിൽ നിന്ന് ഈ ഇവിടെ പോകുന്ന 10 പൈസയാണ് അന്ന് ബസ്സിൽ. ഇപ്പൊ വീട്ടിൽ ഈ 20 പൈസ എടുത്തു. KSRTC ബസ്സാ? പ്രൈവറ്റ് ബസ്. ആ സ്ഥലത്ത് KSRTC പിന്നെ വന്നു. മനസ്സിലായി. 20 പൈസയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ എന്നും ചായ പിടിക്കാൻ പറ്റുമോ? അപ്പൊ സ്വന്തമായിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. സ്വന്തം അങ്ങനെ ഡെയിലി ചിട്ടി ഇവിടെ തുടങ്ങി. അങ്ങ് കൊച്ചിയിലെത്തുമ്പോ ഈ ചിട്ടിന്ന് മാറി മറ്റെന്ത് വ്യവസായത്തിലേക്ക് പോയി? അങ്ങ് അവിടെ പഠിക്കാനാണ് പോയത്. അപ്പം എൻ്റെ ഇവിടെ ഈവനിങ് കോഴ്സിലാണ് പോയത്. അപ്പം FSCT കൊച്ചിൻ ടെക്നറി, അതാണ് മെയിൻ. അവിടുത്തെ എഞ്ചിനീയേഴ്സ് പാർട്ട് ടൈം പഠിക്കാൻ വന്നു. അങ്ങനെയാണ് കൺസ്ട്രക്ഷനെ പറ്റി പഠിച്ചത്. അങ്ങനെ അവരുടെ സഹായത്തോടുകൂടിയാണ് ആദ്യത്തെ വർക്ക് FSCTയിലും കൊച്ചിൻ റിഫൈനറിയും തുടങ്ങിയത്. ഈ 50 കൊല്ലത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് ശേഷം ഡോക്ടർ വി പിള്ള എന്ന് പറയുന്ന മനുഷ്യന് പത്മഭൂഷണമൊക്കെ കിട്ടി. എനിക്ക് പത്മശ്രീ പുരസ്കാര ജേതാവായി. അങ്ങ് എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ അങ്ങ് പത്മ അവാർഡ് തന്ന് ആദരിച്ചു. ഇതിനൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ജീവിതം, അങ്ങ് രാജ്യങ്ങളുടെ പല ടൈം സോണിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. 3-4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ശരാശരി കൂടുതൽ വിവരമുള്ളൊരു മലയാളിയായി മാറി. അപ്പോൾ ഇതിൽ അങ്ങയുടെ ഇന്നത്തെ ഇതാലോചിക്കുമ്പോൾ അങ്ങ് തൃപ്തനാണോ ജീവിതത്തിൽ? ഞാൻ സാമ്പത്തികമായിട്ടല്ല, എനിക്ക് എപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. ഈ വർക്ക് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല, എങ്ങനെ കൂടുതൽ ആൾക്കാർ ജോലി കൊടുക്കുക, നമ്മുടെ പേര് നിലനിർത്തുക. ഇതാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഗ്യാസ് എന്താണ് എനർജിയാണ്. എനർജി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ ഗ്യാസും റിഫൈനറിയും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കാർ ആരുമില്ല, വളരെ കുറവായിരുന്നു. അപ്പം നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.